നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം കടുക്കുന്നതിനിടെ ഇന്ത്യയിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ സമർത്ഥമായി അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തിയത്. എണ്ണയുടെ കാര്യത്തിൽ ഗൾഫിനെ മാത്രം ആശ്രയിക്കാതെ മറ്റിടങ്ങളിലെ ലഭ്യതകളെക്കുറിച്ചാണ് ഇന്ത്യ പരിശോധിക്കുന്നത്. ഈ നീക്കത്തിൽ സുപ്രധാനമായ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിലെ മണലാരണ്യത്തിൽ വൻ എണ്ണവാതക ശേഖരമാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ലിബിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ കഡാമസ് ബേസിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും ചേർന്ന കൺസോർഷ്യമാണ് ഈ അമൂല്യ ശേഖരം കണ്ടെത്തിയത്. അൾജീരിയൻ കമ്പനിയായ സൈപെക്സുമായി ചേർന്നായിരുന്നു പര്യവേഷണം. ഇവിടെ ഹൈഡ്രോ കാർബണിന്റെ വൻ സാന്നിധ്യമുണ്ടെന്ന് ലിബിയൻ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ഈ കണ്ടെത്തൽ ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഏത് നിമിഷവും നിലച്ചേക്കാം. ഇതിനെ മറികടക്കാൻ പുതിയ എണ്ണപ്പാടം ഇന്ത്യയെ സഹായിക്കും. കേവലം ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ എണ്ണ ഇറക്കുമതി വിപുലീകരിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന് ലഭിച്ച വലിയ വിജയമാണിത്. ഇന്ത്യൻ കമ്പനികളുടെ വിദേശത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലാണിതെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ക്രൂഡ് ഓയിലിനും LPGക്കും വേണ്ടി ലോകം നെട്ടോട്ടമോടുമ്പോൾ ലിബിയയിലെ ഈ കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഉറപ്പ് നൽകുന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ഉടൻ ആരംഭിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ചുരുക്കത്തിൽ ആഗോള വിപണിയിലെ എണ്ണ വില യുദ്ധത്തിൽ ഇന്ത്യക്ക് ഇനി ആരെയും പേടിക്കാതെ കരുതലോടെ നീങ്ങാം. അതേസമയം ഒപെക് കൂട്ടായ്മയിൽ നിന്നുള്ള UAEയുടെ പടിയിറക്കം ഇന്ത്യക്ക് വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഉൽപ്പാദന നിയന്ത്രണങ്ങളില്ലാതെ UAE എണ്ണ വിപണിയിലെത്തുന്നതോടെ കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് വഴി തുറക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര കരാറും രൂപയിലുള്ള ഇടപാടുകളും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ കരുത്താകും. ഒപെക് നിശ്ചയിച്ചിരുന്ന വിലയ്ക്ക് പകരം ഇനി മുതൽ ഇന്ത്യക്കും UAEക്കും പരസ്പര സമ്മതപ്രകാരം എണ്ണവില നിശ്ചയിക്കാൻ പുതിയ സാഹചര്യം അവസരമൊരുക്കും. വിപണിയുടെ ആവശ്യമനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് UAE പ്രഖ്യാപിച്ചത് എണ്ണ ഇറക്കുമതിക്കായി ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങി ശേഖരിക്കരുതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ട്രക്ക് ഡ്രൈവർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ഇന്ധന വിതരണത്തിന് തടസ്സമുണ്ടാകുമെന്ന പ്രചാരണങ്ങൾ ശക്തമായ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇന്ധന പമ്പുകൾക്ക് മുമ്പിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ. ആവശ്യത്തിനുള്ള ഇന്ധനം സംഭരണശാലകളിൽ ലഭ്യമാണെന്നും അനാവശ്യമായി ഇന്ധനം വാങ്ങി കരുതി വെക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വിശ്വസിക്കരുതെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഹിറ്റ് ആൻഡ് റൺ കേസുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിനെതിരെ ട്രക്ക് ഡ്രൈവർമാർ നടത്തുന്ന സമരം ചിലയിടങ്ങളിൽ വിതരണത്തെ ഭാഗികമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും പെട്രോളിയം കമ്പനികളുമായി ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പമ്പുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന ടാങ്കറുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ മിക്ക പമ്പുകളിലും ആവശ്യമായ സ്റ്റോക്ക് ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ വിതരണ ശൃംഖല പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നും മന്ത്രാലയം ഉറപ്പ് നൽകി. ഇന്ന് ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമെന്ന് വ്യാപക അഭ്യൂഹമുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് അസംസ്കൃത എണ്ണ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടും പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. അതേസമയം നയാര ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് വില വർദ്ധിപ്പിക്കാത്തതെന്നും ഇത് പൂർത്തിയാകുന്ന ഉടൻ വില ഉയർന്നേക്കുമെന്നാണ് അഭ്യൂഹം.